ഹലോ, വെൽക്കം ബാക്ക് ടു സുമി മുഫാസ് ടെസ്റ്റി കിച്ചൺ. എന്ത് പറയണു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. എന്ത് കാരണത്താലാണ് ഞാൻ ലൈവ് ഇട്ട ദിവസം തന്നെ എൻ്റെ ചാനല് ലൈവ് കട്ടായി പോയത്? യൂട്യൂബ് എന്തിനായിരിക്കും ലൈവ് കട്ട് ചെയ്തത്? എന്താണ് എൻ്റെ പറ്റിയ അപാകത? എന്താണ്? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. നമ്മൾ ലൈവിൽ കയറുമ്പോൾ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ ലൈവ് ഇടുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈവ് കട്ടാവും, സ്ട്രൈക്ക് വരും. 60 ദിവസത്തെ സ്ട്രൈക്ക് നിങ്ങളുടെ ചാനലിന് വരും. അപ്പോൾ ഈ 3-4 കാര്യങ്ങൾ നിങ്ങൾ ലൈവിൽ കയറുമ്പോൾ എന്തായാലും ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ ലൈവ് ഇടുക കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. കുറച്ച് പേരെങ്കിലും അതൊക്കെ കണ്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പോൾ ഞാൻ ഓരോ ഘട്ടമായിട്ട് നമ്മളൊന്നും വലിയ പഠിച്ച ആൾക്കാരൊന്നും അല്ല എങ്കിലും നമ്മൾ ഈ ഒരു മോണിറ്റൈസേഷൻ വരെ എത്തിയതിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾ മറ്റുള്ളവർക്കും കൂടെ പ്രയോജനമാകട്ടെ എന്ന രീതിയിൽ ആണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഓരോന്നും സ്റ്റെപ്പ് ബൈസ് ആയിട്ട് നമുക്ക് വീഡിയോ ഇടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാൻ ഇനിയിപ്പോൾ ഇടാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത്, എന്തായാലും നമുക്ക് യൂട്യൂബിൽ ഒരു ഐഡിയും പാസ്വേഡും നമുക്ക് എന്തായാലും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ എൻ്റെ വീഡിയോയിലായിട്ട് അടുത്തതായിട്ട് ഉൾപ്പെടുത്താൻ പോകുന്നത്. പക്ഷേ ഞാൻ ഇന്ന് ആ ഒരു വീഡിയോയ്ക്ക് മുന്നേ ആയിട്ട് എത്രയും പെട്ടെന്ന് എൻ്റെ വ്യൂസിന് എത്രയും വേഗം എത്തിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ എനിക്ക് എത്തിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാര്യം, ചാനൽ തുടങ്ങി ലൈവ് സ്റ്റാർട്ട് ചെയ്ത എനിക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാർക്ക് പറ്റിയ കുറച്ച് ബുദ്ധിമോശങ്ങളൊക്കെയാണ് അത്. കാരണം അവരുടെ ലൈവ് ഇന്നിപ്പോൾ കട്ടായി കിടക്കുകയാണ്. അപ്പോൾ അത് വേറൊന്നുമല്ല, നമ്മളും ഈ ഒരു ഘട്ടം കടന്നു വന്നവരാണ്. അന്ന് നമുക്കും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ആ ഒരു രീതിയൊക്കെ യൂട്യൂബ് അപ്പോൾ തന്നെ അത് സ്ട്രൈക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട, യൂട്യൂബ് തുടക്കക്കാരായ ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ ആരും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ ആരും ലൈക്ക് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുകയും അതൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ എന്നെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർക്ക് ഇന്നിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ നിന്ന് ഒരു ഏണിങ്സ് ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരുപാട് വീട്ടമ്മമാർ ഇന്നിപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ രംഗത്ത് ഉണ്ട്, അല്ലേ? അപ്പോൾ ഈ യൂട്യൂബിൽ നമുക്ക് ഒരു ഏണിങ്സ് കിട്ടിത്തുടങ്ങുക എന്ന് പറയുന്നത് നമ്മൾ മോണിറ്റൈസേഷൻ എന്നൊരു കടമ്പ കടക്കണം, അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യത്തെ രീതിയിൽ നമ്മളൊരു ചാനലൊക്കെ തുടങ്ങി നമ്മൾ കുറച്ച് ഷോർട്സും കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ഇട്ട് അതിൻ്റെതായ രീതിയിൽ വരുമ്പോൾ നമുക്കൊരു മിനിമം 50 അല്ലെങ്കിൽ 60 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ തന്നെ നമുക്ക് ലൈവ് ഇട്ട് തുടങ്ങാം, അല്ലേ? അത് നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും. പക്ഷേ ചില ആൾക്കാർക്ക് ഇപ്പോഴും ലൈവ് ഇടുന്നതിൽ കുറച്ച് ടെൻഷനുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ലൈവ് ഇടുന്നത്, ലൈവിലോട്ട് അതെങ്ങനെയാണ് നമ്മൾ ലൈവിലോട്ട് കയറേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഇന്ന് പല ആൾക്കാർക്കും ഉണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെയുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് ഇടാം. അപ്പോൾ ഒരുപാട് ടെക് ചാനലുകാർ ഇന്ന് നമ്മുടെ ഈ യൂട്യൂബിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒരുപാട് ടെക്കുകാർ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള മലയാളത്തിലാണെങ്കിലും ഏത് ലാംഗ്വേജിലാണ് നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലേ? എങ്കിലും നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ നമുക്ക് അതായത് ഞാൻ എങ്ങനെയാണ് ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്തത്, അത് എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത്, ഒരു സാധാരണ വീട്ടമ്മയായ ഞാൻ എങ്ങനെയാണ് അത് ക്യാച്ച് ചെയ്തു എന്നുള്ളത് എൻ്റെ ഒരു ഐഡിയ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ടു, എങ്ങനെയാണ് നമ്മൾ ഒരു തമ്പനെയിൽ അപ്ലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഓരോ യൂട്യൂബിൽ നമ്മൾ ഓരോ വീഡിയോസ് ഇടുന്ന ടൈമിൽ പല കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ട്. ഇപ്പോൾ ഒരു ഷോർട്സ് ഇടുമ്പോഴാണെങ്കിലും അതിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലേ? അതിലൊരു തമ്പനെയിൽ കൊടുക്കുക, മറ്റുള്ള വ്യൂസിന് ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിലുള്ള തമ്പനെയിൽ കൊടുക്കാൻ ശ്രമിക്കുക, ടൈറ്റിൽ കൊടുക്കുക, ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, അങ്ങനെ പല കാര്യങ്ങളുണ്ട്, അല്ലേ? അപ്പം നമുക്കത് നമുക്കിപ്പോൾ യൂട്യൂബിലെല്ലാം അവൈലബിൾ ആണ് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എന്നുള്ളതൊക്കെ. പക്ഷെ ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. നമുക്കത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ അതൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സാധാരണക്കാരായ ഇപ്പോൾ എന്നെ പോലെയുള്ള വീട്ടമ്മമാർക്ക് എനിക്ക് പെട്ടെന്ന് എന്നെയൊക്കെ ഇവിടെ
പലരും ട്യൂബ് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. ശരിയാണ്, എനിക്ക് പെട്ടെന്നൊന്നും അങ്ങനെ കത്താറില്ല കേട്ടോ. എനിക്ക് പതിയെ ചെറിയ രീതിയിലൊക്കെ എനിക്ക് എൻ്റെ ഒരു മൈൻഡിൽ കയറി വരത്തുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ യൂട്യൂബേഴ്സ് ആയിട്ട് തുടക്കക്കാരായ ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പോൾ ഉണ്ടല്ലോ. അവർ ഒരു മിനിമം സബ്സ്ക്രൈബ് ആയി കഴിയുമ്പോൾ അവർ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് മിനിമം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ സാധാരണക്കാരായ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മിനിമം അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ 4 പേരുടെ ലൈവ് കട്ടായി. എൻ്റെ ലൈവിൽ വന്നുകൊണ്ടിരുന്ന 4 പേരുടെ ലൈവ് കട്ടായി. സംഭവം വേറൊന്നുമില്ല, അവർക്കറിയില്ല. 1-2 കാര്യങ്ങളുടെ അശ്രദ്ധ മൂലം അവർക്ക് സംഭവിച്ചതാണ് അങ്ങനെ. കാര്യം ഒന്നാമതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ലൈവിൽ കയറുമ്പോൾ ഒരു കാരണവശാലും കുട്ടികളെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒരു കാരണവശാലും നമ്മൾ ലൈവിൽ ഉൾപ്പെടുത്തരുത്. പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികളെ ലൈവിൽ വരാൻ പാടില്ല. പിന്നെ ഒരു വീഡിയോസിലൊക്കെ ആണെങ്കിൽ കൂടിയും കുട്ടികൾ ഫുൾ ഡ്രസ്സിങ്ങിലായിരിക്കണം. പിന്നെ അത് മാത്രമല്ല, അപകടകരമായ ഘട്ടങ്ങളിൽ നിന്നും കുട്ടികളിപ്പോൾ ഏറ്റവും ടോപ്പിൽ കയറി നിൽക്കുക, അല്ലെങ്കിൽ മരത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ടുള്ള വീഡിയോ, അല്ലെങ്കിൽ പാറയുടെ മുകളിൽ അങ്ങനെയുള്ള ഒരു ഇത് കുട്ടികൾക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യവും യൂട്യൂബ് അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചാനൽ തന്നെ ചിലപ്പോൾ കട്ടായി പോകും. അപ്പം ലൈവിൽ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും നമ്മുടെ കുട്ടികളെ ലൈവിൽ ഉൾപ്പെടുത്താതിരിക്കുക. അത് മാത്രമല്ല, നമ്മൾ ലൈവിൽ വരുമ്പോൾ നമ്മുടെ ഫോൺ കോൾസ് നമുക്ക് വരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു ലൈവ് ഇട്ടൊക്കെയാണ്. അപ്പോൾ അതിൽ തന്നെ ഒരു കോൾ, വേറൊരു ഫോണിൽ അവർക്കൊരു കോള് വരിക. കോള് വന്നപ്പോൾ ഈ ലൈവ് അങ്ങനെ തന്നെ ഇരിക്കുക, അത് ജസ്റ്റ് മ്യൂട്ട് പോലും ആക്കുന്നില്ല. അവർ ഫോൺ എടുത്തിട്ട് കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക. 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കോൾ കട്ടാക്കി. പക്ഷേ എങ്കിലും ഇതൊക്കെ നമ്മളെ വൈലേഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലേ. നമ്മുടെ ലൈവിന് അത് നമ്മുടെ ലൈവ് കട്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ടിവിയുടെ വോളിയം, അല്ലെങ്കിൽ കുട്ടികൾ കരയുന്ന ഒച്ച, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ലൈവിന് വരുത്തുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ലൈവ് കട്ടാകും. ലൈവ് കട്ടായി കഴിഞ്ഞാൽ യൂട്യൂബ് സ്ട്രൈക്കാണ് തരുന്നത് അല്ലേ. ലൈവിന് സ്ട്രൈക്ക് തരിക. ആദ്യമൊക്കെ 90 ദിവസമായിരുന്നു സ്ട്രൈക്ക്, ഇപ്പോൾ 60 ദിവസത്തെ സ്ട്രൈക്കാണ് തരുന്നത്. എനിക്കും 2 മക്കളാണ്. അതിൽ ഇളയാളിന് 2 വയസ്സേ ആയിട്ടുള്ളൂ. എനിക്ക് ആദ്യ തുടക്കത്തിലൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ മോളെ കാണിക്കാവോ എന്ന് ചോദിക്കും ഓരോരുത്തർ ലൈവ് വരുമ്പോൾ. അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും, മോളെ പൊക്കി കാണിച്ചു കൊടുക്കും, ഇതാണ് നമ്മളൊരു ഹായ് പറയുമോളൂ എന്നൊക്കെ ഞാൻ പറയും. പക്ഷെ അന്നൊന്നും ഇത്രയും ഒരു ഇതില്ല. അതോ ആരെ ഭാഗ്യം കൊണ്ടാണെന്നറിയില്ല, എനിക്ക് എന്തോ ഭാഗ്യത്തിൽ ഞാൻ അതൊക്കെ തരണം ചെയ്തു. പിന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. നമ്മൾ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ അതിലോട്ട് ഇറങ്ങി കഴിയുമ്പോഴാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇന്നലെയും ആ ഒരു 3-4 പേരുടെ ലൈവ് ഇതുപോലെ കട്ടായതാണ്. ഒന്ന് കുട്ടിയെ കാണിച്ചതിൻ്റെ പേരിൽ, ഒരു കുട്ടി അതിൻ്റെ ആ വീട്ടിലുള്ള കുട്ടി കരഞ്ഞതിൻ്റെ പേരിൽ, പിന്നെ ഒരെണ്ണം എന്തോ ഒരുപാട് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ലൈവ് അവരെടുത്തു. അതൊക്കെയാണ് റീസൺ നോക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ടായാലും സ്ട്രൈക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനിയെങ്കിലും ഈ പുതുതായിട്ട് ലൈവിലോട്ട് ഇറങ്ങുന്ന നമ്മുടെ യൂട്യൂബേഴ്സ് ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ലൈവ് ഇടുമ്പോൾ നിങ്ങളുടെ ഫോണ് സൈലന്റ് മോഡിൽ ഇടാൻ നോക്കുക. പിന്നെ വേറെ കോൾസ് ഒന്നും വരുമ്പോൾ ഡയറക്റ്റ് നിങ്ങളത് എടുക്കാതിരിക്കുക. പിന്നെ നമ്മുടെ കുട്ടികളെ ഉൾപ്പെടുത്താതിരിക്കുക. വേറെ ടിവിയുടെ വോളിയം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ലൈവിലോട്ട് വരാത്ത രീതിയിൽ മാക്സിമം നിങ്ങൾ നോക്കുക. ഞങ്ങൾക്ക് ഈ 2 വയസ്സുള്ള ഒരു മോള് ഞാനും മിക്ക ലൈവ് ഇടുമ്പോൾ വളരെ അഡ്ജസ്റ്റ് ചെയ്താണ് ഞങ്ങൾ ലൈവ് ഇടുന്നത്. കാര്യം 2 പേരും കൂടെ ഒരുമിച്ച് ലൈവിൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ മോളെ ഉറക്കിയതിന് ശേഷമാണ് ലൈവിലോട്ട് കയറുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഒരാൾ മോളെ മാറ്റിയിരുത്തി നോക്കും. എന്നാലും ഇടയ്ക്ക് കുഞ്ഞു ഉച്ചയ്ക്ക് വരും, ഞാൻ അപ്പം തന്നെ മ്യൂട്ട് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത്രയേ ഉള്ളൂ, എന്നെപ്പോലെ സാധാരണക്കാരായിട്ട് വീട്ടമ്മമാർ ഒരു ചാനൽ തുടങ്ങി അത് നല്ല രീതിയിൽ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവർക്ക് ആ മോണിറ്റൈസേഷൻ എന്ന കടമ്പയിലേക്ക് എത്താൻ എത്താൻ വേണ്ടിയിട്ടാണല്ലോ അവർ ഇത്രയും കഷ്ടപ്പെടുന്നത്. അപ്പോൾ അവർക്ക് അറിഞ്ഞുകൂടാണ്ട് പോകുന്ന ഇനിയും കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ മെയിൻ ആയിട്ട് മനസ്സിലാക്കിയ 1-2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇന്നലെ എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു. ആ ലൈവിൽ വന്നിട്ട് സുമി എൻ്റെ ചാനൽ ഇങ്ങനെ ഇതായി പോയി എന്ന് പറഞ്ഞു കേട്ടപ്പോൾ നമുക്ക് കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ഇത് കടന്നു വന്നവളാണ് ഞാനും. നമ്മൾ എന്ത് കഷ്ടപ്പെട്ട് എന്ത് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മളൊരു ചാനൽ തുടങ്ങുന്നത്.
ഒരു വീഡിയോ പിടിച്ച് അത് അപ്ലോഡ് ചെയ്ത് അല്ലേ, ഒരുപാട് ഘട്ടം കടന്നാണ് നമ്മൾ ഈ ഒരു ലൈവിലോട്ടൊക്കെ എത്താനുള്ള ആ ഒരു കടമ്പയിലോട്ട് നമ്മൾ എത്തുന്നത്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ വ്യൂസിന് ഈ ഒരു ഞാൻ മനസ്സിലാക്കിയ ഈ മെയിൻ 1-2 കാര്യങ്ങൾ ലൈവ് ഇടുമ്പോൾ, യൂട്യൂബേഴ്സ് ആയിട്ടുള്ള തുടക്കക്കാർ ലൈവ് ഇടുമ്പോൾ ഈ ഒരു മിനിമം 1-2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ഇടുക കേട്ടോ. അത് മാക്സിമം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ എടുത്ത് പറയാനുള്ള 1-2 കേസ് എന്നാന്ന് വെച്ചാൽ, എൻ്റെ ലൈവിൽ തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ലൈവ് ഇടുന്നത് അല്ലെങ്കിൽ ലൈവ് അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് നമുക്ക്, അതായത് ഞാൻ പഠിച്ചെടുത്ത സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെയാണെന്നുള്ളത് വീഡിയോ റെക്കോർഡ് സഹിതം ഞാൻ ഇട്ട് തരാം. അപ്പോൾ വേറൊരു കേസ് നിന്നെ മെയിൻ ശ്രദ്ധിക്കേണ്ടത്, കുറേ പേരുടെയൊക്കെ പക്ഷെ തുടക്കത്തൊട്ട് അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഷോർട്സ് അല്ല ഒരു വീഡിയോ ഇട്ടിരുന്നാലും അതിന് ടൈറ്റിലൊന്നും ഇടാറില്ല. ടൈറ്റിലില്ല, ഡിസ്ക്രിപ്ഷൻ ഇല്ല, ചുമ്മാ 2-3 ഇങ്ങനെ ലവിൻ്റെ ചിഹ്നങ്ങളും സ്മൈലി ഫേസും അങ്ങനെയൊക്കെയാണ് അവർ ടൈറ്റിൽ കൊടുത്തേക്കുന്നത്. നമ്മൾ ഇടുന്ന ഷോർട്സ് മറ്റുള്ളവരിൽ എത്തണമെങ്കിൽ അത് നമ്മൾ അതിൻ്റെ #ടാഗ് കൊടുത്ത് അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള, ഇപ്പോൾ കോമഡി ഷോർട്സ് ആണ് ചെയ്യുന്നതെങ്കിൽ ഷോർട്സ് വീഡിയോ #ഷോർട്സ് വീഡിയോ #കോമഡി, പിന്നെ അതിനെ ബേസ് ചെയ്യുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് കോമഡി, അങ്ങനെയൊക്കെ എന്താണോ അതിന് ബേസ് ചെയ്യുന്ന ഒരു ഇതും കൂടെ, സെന്റൻസും കൂടെ അതിൻ്റെ കൂടെ എഴുതുക. അതൊക്കെ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനം, നമ്മൾ ആ കിഡ്സിൻ്റെ കൊടുക്കുമ്പോൾ, വിസിബിലിറ്റി നമ്മൾ കൊടുക്കുമ്പോൾ നോ കിഡ് ഫോർ എന്നുള്ളത് എല്ലാവരും മസ്റ്റായിട്ട് അത് കൊടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യണം. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുള്ള ഒരു ഈ ഒരു ചെറിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളടുത്ത് പറയാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് എനിക്കറിയില്ല. എങ്കിലും ലൈവിൽ പോകുന്ന ചാനൽ തുടങ്ങിയവർക്ക് വേണ്ടിയിട്ടാണ് മെയിൻ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടേക്കുന്നത്. കാര്യം ചാനൽ തുടങ്ങി നിങ്ങൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റ് ഡേ കൊണ്ട് തന്നെ ലൈവ് കട്ടായി പോകുന്ന ഒരു സിറ്റുവേഷൻ വന്ന 1-2 പേരുടെ അവസ്ഥ കണ്ടിട്ടാണ് എനിക്ക് പ്രയാസം തോന്നിയിട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ സാധാരണക്കാരിയായിട്ട് നിന്ന ഒരു വീട്ടമ്മയായ എനിക്ക് ആ ഒരു വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇത് ഇനി ലൈവിലോട്ട് കയറുന്നവരാണെങ്കിലും ഈ 1-2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ലൈവിൽ കയറുക. അപ്പോൾ വേറെ വിശേഷിച്ച് എന്താണ്, വേറെ വിശേഷമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ 1-2 കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ഇനി ലൈവ് ഇടാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പുതുതായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന, നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ മുത്തുമണികൾക്കൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പുതിയൊരു കടമ്പയൊക്കെ തുടങ്ങി നമുക്കൊരു ഏർണിങ്സ് ഒക്കെ ഉണ്ടാക്കി നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ അതോടൊപ്പം ഇതുവരെ എൻ്റെ ചാനൽ ആരും ലൈക്ക് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യുക കേട്ടോ. വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.